വെൽക്കം ടു ഡൗവി ഡിലൈറ്റ്. ഇന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. ഇന്ന് നമ്മളെ സൂര്യക്കുട്ടൻ്റെ 12th ബർത്ത്ഡേ ആണ്. സൂര്യ എന്ന് പറയുന്നത് എൻ്റെ ബ്രദറിൻ്റെ മോനാണ് കേട്ടോ. അപ്പോൾ അന്നത്തെ കുറച്ച് വിശേഷങ്ങളും കുറച്ച് ബർത്ത്ഡേ ഫംഗ്ഷൻസും കേക്ക് കട്ടിങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നല്ല തിരക്കുള്ളൊരു ദിവസമാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ എന്ത് ഫംഗ്ഷൻ നടന്നാലും നമുക്ക് അന്ന് കേക്കിൻ്റെ ഒരുപാട് നോർമൽ കൂടുതൽ ഓർഡേഴ്സ് ഉണ്ടാവും കേട്ടോ. പിന്നെ എനിക്കിതൊരു പുതുമയല്ല കേട്ടോ, എന്ന് വെച്ചാൽ ശീലമായിരിക്കുകയാണ്. നമുക്ക് നമ്മളെ വീട്ടിൽ ഫംഗ്ഷൻ ഉണ്ടോ അന്ന് നമുക്ക് കേക്ക് ഉണ്ട്, ആ രീതിയിൽ ഞാൻ എപ്പോഴും ഇപ്പം നിൽക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം ഇത് എനിക്ക് ടയർ കേക്ക്സ് അല്ലാതെ നോർമൽ കേക്ക്സ് ബാപ്റ്റിസം കേക്ക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യത്തെ രാവിലത്തെ ഒരു ഡെലിവറി ആയിരുന്നു, അതായത് ഒരു 11:30-12 മണി ആ ഒരു ടൈം ഡെലിവറി ആയിരുന്നു 2 ടയർ കേക്ക് കേട്ടോ. അപ്പോൾ അതിനകത്ത് കുറച്ച് ഫോൺ ആൻഡ് വർക്ക്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു, പോയല്ലേ എന്തുകൊണ്ടായിരിക്കും പിങ്ക് സെലക്ട് ചെയ്തത്. അപ്പോൾ ആദ്യം എനിക്കൊരു ഷെയ്ഡ് കളർ കാണിച്ചു തന്നു, അപ്പോൾ അത് ഡാർക്ക് ഷെയ്ഡായിരുന്നു. അപ്പോൾ ഞാനത് ലൈറ്റായിട്ട് ചെയ്താൽ പോരെ എന്ന് ചോദിച്ചായിരുന്നു. അപ്പം പറഞ്ഞ കസ്റ്റമർ എന്നാൽ പിന്നെ പിങ്കിൽ ചെയ്തോളാം. പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാൻ നിന്നില്ല കേട്ടോ, ഞാനും ഇച്ചിരി തിരക്കായി പോയായിരുന്നു അന്നത്തെ ദിവസം. അങ്ങനെ ഇതിപ്പോൾ ചെയ്തു വന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ബോയല്ലേ എന്നിട്ട് പിങ്ക് എന്താ എന്നിങ്ങനെ ഇന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാൻ സ്റ്റേറ്റസ് ഒക്കെ അവരുടെ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇതിൻ്റെ ആ ഒരു ഡ്രസ് കോഡ് എന്ന് പറയുന്ന വൈറ്റ് പിങ്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുമായിട്ട് നോക്കുമ്പോൾ നല്ല കറക്റ്റ് മാച്ചിങ് ആയിരുന്നു ഈ കേക്ക്. അപ്പോൾ നല്ല ഫോക്സ് ബോൾസ് ഒക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല ബോയൊക്കെ എഡിബിളാണ്, ഹാൻഡ് മെയ്ഡാണ്, ബോസും ഒക്കെ എഡിബിൾ ഹാൻഡ് മെയ്ഡാണ് കേട്ടോ. അതിൻ്റെ ഒരു ഫുൾ ടേബിൾ സെറ്റിങ്സോട് കൂടിയിട്ടാണ് നമുക്ക് അന്നത്തെ കേക്ക്. അപ്പോൾ ഒരു കപ്സ്, പോപ്സ്, സിക്കിൾസ്, അതേപോലെ ഡോണറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഡോണറ്റ്സ് ഉണ്ടാക്കാൻ എനിക്ക് പൊതുവേ ഭയങ്കര മടിയാട്ടോ. അപ്പം ഒരുപാട് കസ്റ്റമേഴ്സ് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ 1-2 ഒക്കെ ആയിട്ട് ഉണ്ടാക്കാൻ നമുക്ക് ഭയങ്കര പാടാണ് കേട്ടോ. അതുകൊണ്ട് ഇതിനൊക്കെ ഓർഡേഴ്സ് വരുമ്പോൾ നമ്മൾ ഷോപ്പിലേക്കും കൂടെ ചെയ്ത് വെക്കും. അങ്ങനെ ഇതെല്ലാം പാക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഷോപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള ഡോണറ്റ്സും കൂടെ ഒന്ന് പാക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇതെല്ലാം നമ്മൾ ഷോപ്പിലേക്ക് വെക്കുന്നതാണ്. അപ്പം ഒരുപാട് ഡോണറ്റ് ഫാൻസ് ഉണ്ട് കേട്ടോ. അതുപോലെ നമ്മൾ 65 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് പേരും കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുശേഷം എന്താണെന്ന് ഞാൻ ഡെലിവറിക്ക് പോകാൻ കേട്ടോ. നമ്മളുടെ ഈ റോഡിലൂടെ പോകുമ്പോൾ കണ്ടില്ലേ എന്താണോ കുണ്ടും കുഴിയാണ്, ഭയങ്കര പാടാണ് കേട്ടോ ഒന്ന് ഹാൻഡിൽ ചെയ്ത് പിടിക്കാൻ. ഇത് ഇത്തിരി ഹൈറ്റ് കൂട്ടിയിട്ട് ചെയ്തൊരു കേക്കും കൂടെയാണ് കേട്ടോ. ഇതൊരു 7 ഇഞ്ച് 5 ഇഞ്ച് ഹൈറ്റ് ആണ് കേട്ടോ. 3 kg ഉണ്ട്. 3 kg എന്ന് പറഞ്ഞാൽ എന്തായാലും 3 kg എബോ ആണ് എനിക്ക് കേട്ടോ. ടയർ കേക്ക്സ് ഒക്കെ ഞാനും ഹസ്ബൻഡും കൂടെ തന്നെയാണ് കേട്ടോ ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് ആരുടെ കയ്യിലും ഹസ്ബൻഡിൻ്റെ കയ്യിലാണെങ്കിലും ഞാൻ ടയർ കേക്ക് കൊടുത്തു വിടത്തില്ല, അത്ര കെയർ ചെയ്ത് പിടിക്കണം നമ്മൾ കേട്ടോ. കസ്റ്റമറുടെ കയ്യിലാണെങ്കിലും നമ്മൾ 2 ടയർ കൊടുത്തുവിടും, 3 ടയർ കൊടുത്തു വിടില്ല. ഇതൊരു ഡിസ്റ്റൻറ്റ് ഡെലിവറി കൂടിയിട്ടായിരുന്നു കേട്ടോ. അങ്ങനെ വളരെ കെയർ ചെയ്ത് നമ്മളിങ്ങനെ എഴഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ടയർ കേക്ക്സ് എല്ലാം വളരെ പയ്യെ മാത്രമേ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. വണ്ടി ഇല്ലെങ്കിൽ പോലും നമുക്ക് സ്പീഡ് എടുക്കാനൊരു ടെൻഷൻ കേട്ടോ. ഇൻ കേസ് എന്തെങ്കിലും ബ്രേക്ക് പിടിക്കേണ്ടി വന്നാൽ മേളത്തെ ടയർ താഴെ നിൽക്കും. അതുകൊണ്ട് എപ്പോഴും ഒരു 40 ആ റേഞ്ച് കീപ്പ് ചെയ്തേ പോകത്തുള്ളൂ കേട്ടോ. അങ്ങനെ നമുക്ക് ലൊക്കേഷനൊക്കെ ഇട്ട് തന്നിരുന്നു കേട്ടോ. അപ്പോൾ ഒരു സ്ഥലത്തെപ്പോഴത്തേക്കും കസ്റ്റമർ പറഞ്ഞ് വെയിറ്റ് ചെയ്യും, അവർ വരുന്നതേ ഉള്ളൂ എന്ന് കേട്ടോ. അങ്ങനെ നമ്മൾ പോസ്റ്റായിട്ട് അങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഉള്ളിലോട്ട് കുറച്ചുകൂടെ പോകണമായിരുന്നു കേട്ടോ. അങ്ങനെ എൻ്റെ കയ്യിൽ ഈ കേക്ക് ഇരിക്കും, എൻ്റെ മുഖമൊക്കെ കണ്ടില്ലേ, കേക്ക് എങ്ങനെയെങ്കിലും കയ്യിലങ്ങ് കൊടുത്തോളാൻ വയ്യ, ആ ഒരു രീതിയിലാണ് നമ്മൾ ആ കേക്ക് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കസ്റ്റമർ വന്ന് നമ്മൾ എൻ്റെ പുറയിൽ ഫോളോ ചെയ്ത് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഇതെല്ലാം ഹാൻഡ് ഓവർ ചെയ്തിട്ട് സമാധാനമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. എത്ര ഇനി ഇഴഞ്ഞ് നീങ്ങിയാലും ഓൺ ടൈം ഡെലിവറി ആയിരിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ 11 മണിയുടെ കേക്കിന് നമ്മൾ പറയും 10 മണിക്കാണ് ഡെലിവറി, 9:30 ഇറങ്ങും. ഗേറ്റിടം എല്ലാം കഴിയുമ്പോഴത്തേക്കും 10-10:15 എന്നിട്ട് നമ്മൾ ഓടിയെത്തുമ്പോഴത്തേക്കും 10:30 10:45 ആകുമ്പോഴത്തേക്ക് 11 മണിയുടെ ഡെലിവറി മുന്നിട്ടായിട്ട് നമ്മൾ ചെയ്യും കേട്ടോ. അങ്ങനെയാണ് എപ്പോഴും ഇവിടെ പോകുന്നത്. അതുകൊണ്ട് എല്ലാ ഡെലിവറിയും ദൈവം സഹായിച്ച് ഇതുവരെയും കറക്റ്റ് ഓൺ ടൈം ഡെലിവറി. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഉച്ച ആ ഒരു ടൈമായി കേട്ടോ, കഴിക്കുന്ന ടൈമായി. പിന്നെ നമ്മളിതാ സൂര്യയുടെ വീട്ടിലേക്ക് വരികയാണ്. സൂര്യയുടെ ബർത്ത്ഡേ ആണ്. ഇതെൻ്റെ മോനാണ് കേട്ടോ, ഗെയിമർ. അതോടൊന്നും ഗെയിം കളിക്കുകയാണ്. അപ്പോൾ സൂര്യയുടെ ബർത്ത്ഡേ ആണ്ട് ആദ്യം തന്നെ നമ്മൾ ഫുഡിലേക്ക് കടന്ന് കേക്ക് കട്ടിങ് ഈവനിങ് ആക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മളെ ബർത്ത്ഡേ ബോയ്, നമ്മളെ സൂര്യക്കുട്ടനാണ്. അപ്പോൾ അവന് ബിരിയാണി ഭയങ്കര ഇഷ്ടം, അവൻ ആദ്യമേ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. അപ്പം ഞാനും ഒരു ബിരിയാണി ഫാനാണ്. ഞാനും നല്ല തകർപ്പനെ വെട്ട്, വേറെ ഒന്നും നോക്കിയില്ല, വരിക, പ്ലേറ്റ് എടുക്കുക, തിന്നുക, അത്ര വിശപ്പായിരുന്നു കേട്ടോ. അങ്ങനെ വിശന്ന് നിന്നിട്ടില്ല ഫുഡ് കഴിക്കിട്ടുമ്പോൾ ഉണ്ടല്ലോ നമ്മളെ കണ്ണിൽ വേറെ ഒന്നും പിടിക്കാറില്ല അല്ലേ. അതിനൊക്കെ മക്ക വെട്ടിയിരുങ്ങാണ്. കഴിച്ചു കഴിഞ്ഞിട്ട് നിൽക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല. അവിടെ നിന്ന് പിന്നെ ഓടി പിടിച്ചത് ഈ ഒരു കേക്ക് ഉണ്ടല്ലോ, ഈ കേക്ക് നമ്മൾ തലേന്ന് ഫിനിഷ് ചെയ്ത് വെക്കുവാണ്. അപ്പോൾ ഈ ഒരു കേക്ക് എന്ന് പറയുന്നത് ഡൗവി ഡിലൈറ്റ് സിഗ്നേച്ചർ കേക്കാണ് കേട്ടോ. അതിൻ്റെ നെയിമും ഡൗവി ഡിലൈറ്റ് സിഗ്നേച്ചർ കേക്ക് എന്ന് തന്നെയാണ് നമ്മളുടെ മെനുവിൽ കൊടുത്തേക്കുന്നത്. അത് 4 ഫ്ലേവേർഡ് കേക്ക്, 4 ഡിഫറെൻറ്റ് ഫില്ലിങ്സും അതേപോലെ 4 ഡിഫറെൻറ്റ് ക്രീമുമാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തായാലും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. അത് വളരെ കുറച്ച് പേരാണ് എനിക്ക് ഓർഡർ തരുന്നത് കേട്ടോ. അതും ഇത് 3 ടയർ കേക്കാണ് കേട്ടോ. ആദ്യമായിട്ട് 3
ആദ്യമായിട്ടായിരുന്നു സിഗ്നേച്ചർ കേക്ക് ഓർഡർ പറയുന്ന ഒരു കസ്റ്റമറാണ് കേട്ടോ. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. എന്ന് വെച്ചാൽ അത്രയും വിശ്വാസം ഉണ്ടായിട്ടാണല്ലോ നമുക്ക് ആ ഒരു കേക്ക് തന്നെ അവർ ചൂസ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഫിനിഷിങ്ങും ക്രം കോട്ടിങ്ങും ഒക്കെ തലേന്ന് നൈറ്റ് ചെയ്ത് വെക്കും കേട്ടോ. അപ്പോൾ അതിനുശേഷം ഉച്ചയ്ക്ക് നമ്മൾ വന്നിട്ട് ഈ ഒരു പരിപാടിയാണ് ചെയ്യുന്നത്. ഇത് ഫ്ലവറൊക്കെ നേരത്തെ നമ്മൾ ഓർഡർ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ അന്നത്തെ ദിവസം പോയി കളക്ട് ചെയ്യും. എന്നിട്ട് ഇതിനെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ സ്റ്റെമ്മൊക്കെ ഒന്ന് തിൻ ഫിലിം റാപ്പ് ചെയ്യും. പിന്നെ സ്റ്റാക്കിങ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ, നല്ല തിരക്കുള്ള ദിവസമായിരുന്നു. അങ്ങനെ നമുക്ക് കസ്റ്റമർ തന്നിരുന്ന ആ ഒരു മോഡലിൽ തന്നെയാണ് കേട്ടോ ഈ ഫ്ലവേഴ്സും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യുന്നത്. ഓഫ് വൈറ്റ് കേക്കും അതേപോലെ ഓഫ് വൈറ്റ് ഫ്ലവേഴ്സും ഒക്കെ മതി എന്ന് പറഞ്ഞ് അപ്പോൾ അതെല്ലാം ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. ഇത് നമുക്കൊരു ഡിസ്റ്റൻറ്റ് ഡെലിവറി ആയിരുന്നു. അപ്പോൾ ഈ ഡവിഡിലെ സിഗ്നേച്ചർ കേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ 1 kg പറഞ്ഞാൽ എപ്പോൾ 1 kg എപ്പോഴും കാണും കേട്ടോ. അപ്പോൾ അതും കൂടെയാണ് നമ്മളുടെ സിഗ്നേച്ചർ കേക്കിൻ്റെ ഒരു ഒരു സീക്രട്ട് എന്ന് പറയുന്നത്. സീക്രട്ട് എന്ന് പറയാൻ പറ്റില്ല, ഇൻസൈഡ് അതിൻ്റെ അത്രയും ഫില്ലിങ്സ് കൊടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇത് സ്റ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് ഓരോ ടയേഴ്സും ഒന്ന് വേ ചെയ്ത് നോക്കും കേട്ടോ, വെയിറ്റ് എടുത്ത് നോക്കും. അങ്ങനെ ഞാൻ വെയിറ്റ് എടുത്ത് വന്നപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6.70 ആണ്, അതായത് 7 കിലോ അടുപ്പിച്ചാണ് കേട്ടോ വെയിറ്റ് വന്നത്. അപ്പോൾ നമ്മളുടെ സിഗ്നേച്ചർ കേക്ക് അങ്ങനെയാണ് കേട്ടോ, 1 kg വന്നാലും 1.3 1.4 സിഗ്നേച്ചർ കേക്കിൽ ആ ഒരു വെയിറ്റ് വരും. അപ്പോൾ എൻ്റെ ഫൈനൽ ലുക്ക് ഇതേപോലെ ആയിരുന്നു. ചെയ്ത് വന്നപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓഫ് വൈറ്റ് പ്ലസ് ഓഫ് വൈറ്റ് ഒരു സുഖം ഉണ്ടോ എന്നൊക്കെ ഞാൻ ആദ്യം വിചാരിച്ചു, പക്ഷെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അത് നമ്മൾ ആ ഒരു സ്റ്റേജിൽ കൊണ്ടുവച്ചപ്പോഴത്തേക്കും നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ അടുത്തെന്ന് പറയുന്ന ടാസ്ക് ടൈമാണ് കേട്ടോ. ഇതിനെ നമ്മൾ അവിടെ എത്തിക്കുക എന്നുള്ളതാണ്. ഹൈറ്റ് ഓൾമോസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ നല്ല വെയിറ്റ് ആണ് കേട്ടോ. ആ വെയിറ്റ് കൂടുന്തോറും ഹാൻഡിൽ ചെയ്യാൻ നല്ല പാടാ, അതേപോലെ ഹൈറ്റ് കൂടുന്തോറും ഹാൻഡിൽ ചെയ്യാൻ പാടാ. ശരിക്കുന്നെങ്കിൽ ഒരു രക്ഷയില്ല, കുഴഞ്ഞിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കോലമൊക്കെ കണ്ടില്ലേ. അപ്പം നമ്മളിത് കൊട്ടി വഴിയാണ് പോകുന്നത്. അപ്പോൾ ഇത് ഒരു കുണ്ടറ ആ ഒരു സൈഡിലോട്ട് ഡെലിവറി ചെയ്യാനുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലത്തെ ആഴ്ചയിൽ വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. രാവിലത്തേക്കാട്ട് കൂടുതൽ എഴുകയാണ് ഇപ്പോൾ കേട്ടോ, എന്ന് വെച്ചാൽ 3 ടയർ ആയതുകൊണ്ട് കുറച്ചുകൂടെ കെയർ ചെയ്ത് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പം നമ്മൾ എല്ലായിടത്തും ഡെലിവറി ഉണ്ട് കേട്ടോ. അത് ഏത് ടൈപ്പ് കേക്ക് ആണെങ്കിലും നമുക്ക് എല്ലാ സ്ഥലത്തും ഡെലിവറി ഉണ്ട്. ഡെലിവറി ചാർജസ് ആപ്ലിക്കബിൾ ആണ്. ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്, പക്ഷേ ഒരു രക്ഷയില്ല കേട്ടോ. ഇതിന് എങ്ങനെയെങ്കിലും ഇറക്കുക എന്നുള്ള മനസ്സ് മാത്രമേ എൻ്റെ മൈൻഡിനകത്തുള്ളൂ. അങ്ങനെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടൊക്കെ പോകണമെന്ന് കസ്റ്റമർ പറഞ്ഞിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റേജിൽ കൊണ്ട് വെച്ച് സെറ്റ് ചെയ്തിട്ടൊക്കെയാണ് കൊടുക്കുന്നത്. അങ്ങനെ നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളും എല്ലാം നടക്കുവാണ് കേട്ടോ. കുറച്ച് പിള്ളേരൊക്കെ ഓടി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ഓർഡർ പേയ്മെൻറ്റ് തന്ന പുള്ളിക്കാരി വരുന്നതേ ഉള്ളൂ എന്ന് എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ആ കേക്ക് അവിടെ വെച്ചിട്ട് പോരാനും തോന്നിയില്ല. അപ്പോൾ അങ്ങനെ പിന്നെ കുറച്ച് നേരം നമ്മളവിടെ വെയിറ്റ് ചെയ്ത് കസ്റ്റമർ വന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് പോരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. എന്തോ വലിയൊരു സമാധാനത്തിലാണ് കേട്ടോ, എന്ന് വെച്ചാൽ എല്ലാം കഴിഞ്ഞു. എന്തോ ഒരു ഭയങ്കര സമാധാനത്തിലാണ് ആ കാറ് റിവേഴ്സ് പോകുന്നത്. അപ്പോൾ അതിനുശേഷം വീണ്ടും ഉണ്ട് നമുക്ക് സൂര്യയുടെ കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ടില്ല. നമ്മൾ റൊണാൾഡോ ഫാനാണ് കേട്ടോ. അപ്പം അവൻ്റെ കേക്ക് കട്ടിങ്ങിന് വേണ്ടിയിട്ട് വീണ്ടും തിരിച്ചോടി വരികയാണ്. അപ്പോഴത്തേക്ക് ഏകദേശം സന്ധ്യയൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെ അവനൊരു CR7 ഷർട്ടൊക്കെ വേണം, ഫുട്ബോൾ തീമൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു ഏകദേശം ഒരു മോഡൽ ഒപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്തപ്പോഴത്തേക്കും കേക്ക് അൺബോക്സ് ചെയ്തപ്പോഴത്തേക്കും അവൻ ചോദിക്കുകയാണ്, അമ്മ ഇതിനകത്ത് നമ്മളുടെ റൊണാൾഡോ എന്തേ? ഞാൻ നീ എൻ്റെ അടുത്ത് ഷർട്ട് തയ്ച്ച് വെക്കാനല്ലേ പറഞ്ഞോളൂ, റൊണാൾഡോ ഒന്നും പറഞ്ഞില്ലല്ലോ. ഇനി അവൻ പറഞ്ഞിട്ടാ ഞാൻ കേൾക്കാത്തതാണോ അതോ ഞാൻ വിട്ടുപോയാണോ ഒന്നും അറിയത്തില്ല. പിന്നെ അവനാണ്ട് കുഴപ്പമൊന്നുമില്ല, അവന് കേക്ക് കിട്ടിയാൽ മതി. അങ്ങനെ നമ്മളുടെ സൂര്യൻ്റെ ബർത്ത്ഡേ കേക്ക് കട്ടിങ് ആണ്. വാഞ്ചോ കേക്കായിരുന്നു കേട്ടോ, 2 kg വാഞ്ചോ കേക്കായിരുന്നു. അങ്ങനെ രാവിലെ ഉച്ചയ്ക്കൊക്കെ കട്ട് ചെയ്യേണ്ട കേക്കാണ് നമ്മൾ ഈ നൈറ്റ് കട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവൻ എന്നെ കാത്തിങ്ങനെ നിന്നതാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോഴൊക്കെ എനിക്ക് വിഷമം തോന്നാറുണ്ട്, പല ഫംഗ്ഷനും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് പല തിരക്കുകളും കൊണ്ടാണ്. പക്ഷെ പറയുമ്പം അവനത് ആക്സെപ്റ്റ്
ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്കുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കാണെങ്കിൽ അവന് കേക്ക് കൊടുക്കുമ്പോൾ അവൻ്റെ ചെള്ളയിലൊക്കെ തേച്ചില്ലെങ്കിൽ എന്തൊരു സമാധാനക്കേടാണ് കേട്ടോ. അങ്ങനെ അവൻ്റെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. പിന്നെ അവിടെ ആസ് യൂഷ്വൽ നമ്മളുടെ ഒരു കേക്ക് തീറ്റി മത്സരം തന്നെയായിരുന്നു കേട്ടോ. അതിനുശേഷം കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ എടുത്ത്. അപ്പോൾ എൻ്റെ മോനാണ് കേട്ടോ, വീഡിയോയുടെ മുമ്പ് വരാനേ താല്പര്യമില്ലാത്തൊരു കുഞ്ഞാണ്. അങ്ങനെ എല്ലാവരുമായിട്ട് കുറേ നേരമൊക്കെ സ്പെൻഡ് ചെയ്ത് കുറേ ചളിയൊക്കെ അടിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുവാണ്. സൂര്യൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. റൊണാൾഡോ വിട്ടിട്ട് വീണ്ടും ഇറങ്ങുകയാണ്. കാര്യം എന്ന് വെച്ചാൽ വീണ്ടും നമുക്ക് നൈറ്റ് ഒരു ഡെലിവറി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം എനിക്ക് മൊത്തം തിരക്കായിരിക്കും. പിന്നെ അതിനുശേഷം നമ്മൾ കഫേ പ്ലസ്, പോളത്തോടുള്ള കഫേ പ്ലസ് ആണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ. അപ്പോൾ അവിടെ പോയി കുറച്ച് പാർസലും മേടിച്ചതിന് ശേഷം നമുക്ക് ഇതാ ഒരു കേക്കുമായിട്ട് നമ്മൾ തങ്കശ്ശേരി ഡെലിവറി ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഈ ഒരു സ്ക്രീനിൽ ഒരു ഗെയിം പ്ലേ ചെയ്തേക്കുന്നുണ്ടല്ലേ, എവിടെയൊക്കെ പെയർ ചെയ്യാവോ അവിടെയൊക്കെ പെയർ ചെയ്തുകൊണ്ടാണ് എൻ്റെ ഗെയിമർ ബോയ് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമുക്ക് വേണ്ടിയിട്ട് മാത്രം കുറച്ച് സമയം എന്ന രീതിയിൽ നമ്മൾ ബീച്ചിലൊക്കെ പോയി കുറേ നേരം സ്പെൻഡ് ചെയ്യും കേട്ടോ. അപ്പോൾ അവിടെ ഇരുന്ന് ഒരു ബട്ടർ ഗുൽക്കണ്ടൊക്കെ കഴിച്ച് അങ്ങനെ കുറേ നേരം അവിടെ ഇങ്ങനെ ഇരിക്കും. അതിനുശേഷമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും വീട്ടിൽ കയറുന്നത് കേട്ടോ. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരുപാട് പേര് ബീച്ചിലുണ്ട്. എല്ലാവരും നൈറ്റ് ലൈഫ് എൻജോയ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു കേട്ടോ. ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇതേപോലെ കടന്നുപോയി. അപ്പോൾ ഇതെനിക്ക് ഒരുപാട് വീഡിയോസ് ഇനി ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ള വിശേഷം. നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ ബൈ.